മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അവരൊരു എക്സ്പ്രഷൻ തന്നിട്ട് അത് കമ്പോസിറ്റ് നമ്പർ ആണെന്ന് അവർ പറഞ്ഞിരിക്കുവാണ്. നമ്മളോട് അവർ അതിൻ്റെ റീസൺ ചോദിച്ചു. സി, എക്സ്പ്ലെയിൻ വൈ ഈ ഒരു എക്സ്പ്രഷൻ 7 × 11 × 13 + 13 ഇത് കമ്പോസിറ്റ് നമ്പർ ആണ്. അതായത് എക്സ്പ്ലെയിൻ വൈ എന്നാ ചോദിച്ചേ. അപ്പോൾ അവർ പറഞ്ഞേക്കണത് അത് കമ്പോസിറ്റ് നമ്പർ ആണെന്നാണ്. അതിൻ്റെ റീസൺ വൈ എന്നാണ് ചോദിച്ചത്. നമുക്കതിൻ്റെ റീസൺ കണ്ടുപിടിക്കാം. നമുക്ക് ആ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ നമ്പറിനെ നമ്മളിങ്ങനെ എഴുതി. നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: 7 × 11 × 13 + 13 എന്നാണ് തന്നിരിക്കുന്നത്. ഇതവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് രണ്ടാമത് നോക്കാം. അപ്പോൾ ഇതെടുത്തിട്ട് ഈ നമ്പർ 7 × 11 × 13 + 13 ഒരു കമ്പോസിറ്റ് നമ്പറാണ്. അതിൻ്റെ റീസണാണ് അവർ ചോദിച്ചത്. നമ്മൾ അതിൻ്റെ കോപ്പി എടുത്തു. 7 × 11 × 13 + 13 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിത് ഇവിടെ +13 എന്ന് തന്നിരിക്കുന്നത് നമുക്ക് വേണേൽ 13 × 1 എന്ന് പറയാമല്ലോ. 13 നമുക്ക് 13 × 1 എന്ന് പറയാം. ഇവിടെ നമ്മൾ 7 × 11 × 13 അതുപോലെ എഴുതി. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് ഇവിടെ ഇട്ടു. ഈ 13 നമ്മൾ 13 × 1 എന്ന് എഴുതി. ഇത് നമുക്കറിയാം, കോമൺ ആയിട്ടുള്ള നമ്പർ നമുക്ക് വെളിയിലേക്ക് എടുക്കാമല്ലോ. 13 ഇതുണ്ടോ, ഈ പ്ലസ് കൊണ്ട് നമ്മളിതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുക. ഇത് രണ്ട് പോർഷനാണ്. ഈ പ്ലസ് ഇവിടെ വന്നപ്പം ഇതൊരു പോർഷൻ, ഇത് അടുത്ത പോർഷൻ. ഓരോ പോർഷനിലും 13 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 13 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. ഇനി ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ പോർഷനിൽ നിന്ന് നമ്മൾ 13 എടുത്തു കഴിഞ്ഞാൽ 7 × 11 അത് ബാക്കിയുണ്ട്. ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് നമ്മളിവിടെ ഇട്ടു. ഈ 13 നമ്മൾ വെളിയിലേക്ക് എടുത്തപ്പം ഇവിടെ ഒരു 1 ബാലൻസ് ഉണ്ട്. അപ്പം × 1 എന്ന് ഇട്ടു. അപ്പം നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ കിട്ടി? 13 × 7 × 11 + 1. നമുക്കിതിനെ വേണമെങ്കിൽ × 1 എന്നും കൂടി പറയത്തില്ലേ? വെറുതെ പറയാം, നമുക്ക് × 1 എന്നും പറയാം. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം നമുക്ക് ഈ എക്സ്പ്രഷനെ എങ്ങനെ കിട്ടി? 13 × ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. 7 × 11 77 + 1 78 എന്ന് കിട്ടും. 78 എന്ന് കിട്ടും. അത് എത്രയായിക്കോട്ടെ, നമ്മളോട് ഒരു കമ്പോസിറ്റ് നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 13 × ഈ 13 എഴുതി. പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതിന് നമ്മൾ n എന്ന് കൊടുത്തു. അത് എന്തും ആയിക്കോട്ടെ, നമുക്ക് 78 എന്ന് കിട്ടി. × 1 എന്ന് നമ്മളിതിനെ എക്സ്പ്രസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവർ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 13 × സം നമ്പർ × 1 എന്ന് എഴുതി. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? ഒരു നമ്പർ പ്രൈം നമ്പർ ആകണമെങ്കിൽ, ഇപ്പം 13 ഒരു പ്രൈം നമ്പർ ആകണമെങ്കിൽ നമുക്കറിയാം 13 നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യണം, അല്ലേ? 13 × 1 എന്നേ പറയാൻ പറ്റുള്ളൂ, വേറെ നമ്പർ പാടില്ല. 2 ഒരു പ്രൈം നമ്പറാണ്, നമ്മൾ 2നെ 2 × 1 എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രൈം നമ്പറിന് 2 ഫാക്ടേഴ്സേ ഉണ്ടാകാവുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ പ്രൈം നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഒന്നും ആ നമ്പരും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാകാവുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ 13 × 1 അങ്ങനെ ആയിരുന്നെങ്കിൽ അത് പ്രൈം നമ്പർ ആയേനെ. പക്ഷേ ഇവിടെ വേറെ ഒരു നമ്പരും കൂടി വന്നു, 1 അല്ലാത്ത വേറൊരു നമ്പരും കൂടി. നമ്മളതിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 78 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമുക്ക് പറയാം, ദിസ് എക്സ്പ്രഷൻ ഗിവൺ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 13 × സം നമ്പർ × 1. ഇൻ എ പ്രൈം നമ്പർ, എ നമ്പർ ഈസ് എ പ്രൈം നമ്പർ if it has only 2 factors, 1 and that number itself. Here more than 2 factors. For the expression, for the given expression, we have more than 2 factors. Therefore it is a composite number. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ സെക്കൻഡ്
ദാ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അങ്ങനെ പ്ലസ് വെച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻറ്റു 5 നമ്മൾ അതുപോലെ എഴുതി. ഇതാ നോക്കൂ, ഇവിടെ നമ്മൾ ഇതിനെ ഈ രീതിയിൽ എഴുതി 7 6 5 4 3 2 1. ഇവിടെ പ്ലസ് ഉണ്ട്. പ്ലസ് കഴിഞ്ഞിട്ട് ഒരു 5 ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു 5 ആണ് കണ്ടത്. അതിനെ നമ്മൾ ഇതുപോലെ 5 ഇൻറ്റു 1 എന്ന് എഴുതി. അതിനുശേഷം കോമൺ ആയിട്ട് 2 പാർട്ടുണ്ട്. ഇതൊരു പാർട്ട് പ്ലസിൻ്റെ ലെഫ്റ്റും റൈറ്റും. ഇൻറ്റു വരുന്നതെല്ലാം ഒരു പാർട്ടാണ്. പ്ലസ് വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ 5 ഉണ്ട്, ഈ പാർട്ടിലും 5 ഉണ്ട്. നമ്മൾ 5 കോമൺ വെളിയിലെടുത്തിട്ട് ബാക്കിയുള്ളത് 7 6 4 3 2 1 7 6 4 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പ്ലസ് എടുത്തു. ഇവിടെ 5 വെളിയിൽ പോയാൽ ഒരു 1 ഉണ്ട്. അപ്പം നമുക്കിതുപോലെ തന്നെ 5 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ഒരു നമ്പർ ഇൻറ്റു 1. അപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സ്പ്രഷന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 5 ഇൻറ്റു സം നമ്പർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് 1 കിട്ടുന്ന ആ നമ്പറിനെയാണ് ഈ സം നമ്പർ. അത് എത്രയായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ട് നമ്മൾ പറയണം ദ ഗിവൺ എക്സ്പ്രഷൻ ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്, ദെയർഫോർ ദ എക്സ്പ്രഷൻ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അല്ലെങ്കിൽ പറയാം ദ എക്സ്പ്രഷൻ ഈസ് എ കമ്പോസിറ്റ് നമ്പർ.